പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ, അതായത് 16ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 3 റൗണ്ടുകളാണ് അവസാനമായിട്ട് IRGC പ്രഖ്യാപിച്ചത്. 49, 50, 51 പ്രതികാര തിരമാലകൾ IRGC നടപ്പിലാക്കി കഴിയുമ്പോൾ ഒരേ സമയം ഇസ്രയേലിലേക്ക് ഇറാന്റെ ആക്രമണവും അതുപോലെ അതിശക്തമായി ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണവും തുടരുകയാണ്. ട്രൂ പ്രോമിസ് 4ന്റെ ഭാഗമായി ശത്രുപാളയങ്ങളിലേക്ക് തങ്ങൾ ഡ്രോണുകൾ തൊടുക്കുന്ന ചിത്രങ്ങൾ IRGC കുറച്ച് മുൻപ് പുറത്തുവിട്ടു. ഇറാന്റെ ചോര ഞരമ്പ് എന്ന് പറയാവുന്ന ഖാർഗ് ദ്വീപ്, ഖാർഗ് ഐലൻഡ് ആക്രമിക്കുന്നതോടെ ഈ മേഖലയിലെ സംഘർഷം മൂർച്ഛിക്കുകയാണ്. ഇതിന് തക്കതായ മറുപടി, കനത്ത വില അമേരിക്ക നൽകേണ്ടി വരുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നു. ഖാർഗ് എന്ന് പറയുന്നത് ട്രംപിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇറാന്റെ രത്നകിരീടമാണ്. ഇറാന്റെ ഇന്ധനവുമായി ബന്ധപ്പെട്ട്, ഊർജവുമായി ബന്ധപ്പെട്ട് അവരുടെ 90% ഇന്ധനവും ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യപ്പെടുന്ന ദ്വീപിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അതിശക്തമായ മറുപടി ഇറാൻ നൽകും എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപിന്റേതായി വന്ന പ്രതികരണം ഇത് ജസ്റ്റ് ഫോർ ഫൺ ആണ് എന്നാണ്. ഞങ്ങൾ തമാശയ്ക്കാണ് ഇവിടേക്ക് ആക്രമണം നടത്തുന്നത്, ഞങ്ങൾ ശരിയായ ആക്രമണം അവിടേക്ക് തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ അവിടുത്തെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഒന്നും ആക്രമിച്ചിട്ടില്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നൊക്കെയാണ് ട്രംപിന്റെ വാക്കിങ്ങനെയാണ്. വി മേ ഹിറ്റ് ഇറ്റ് എ ഫ്യൂ മോർ ടൈംസ് ജസ്റ്റ് ഫോർ ഫൺ. ഇനിയും ഞങ്ങൾ കുറച്ച് പ്രാവശ്യം കൂടി അവിടെ ആക്രമണങ്ങൾ നടത്തും, അത് തമാശയ്ക്കാണ് എന്നുള്ള നിലയിലാണ്. ട്രംപിന് അങ്ങനെ യുദ്ധം വെച്ച്, ഇവിടുത്തെ മനുഷ്യരുടെ ജീവൻ വെച്ച് ട്രംപ് തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ട്രംപ് ഒരു കാര്യം കൂടി പറയുന്നു, ഇറാൻ ചർച്ചകൾക്കൊക്കെ തയ്യാറാണ്, ഇറാൻ വെടിനിർത്തലിന് തയ്യാറാണ്, പക്ഷെ എനിക്കങ്ങോട്ട് താല്പര്യം ഇല്ല, എനിക്കങ്ങോട്ട് അവര് മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളിലോട് എനിക്കങ്ങോട്ട് താല്പര്യപ്പെടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വെടിനിർത്തലൊന്നുമില്ല, ചർച്ചയൊന്നുമില്ല എന്നുള്ള നിലയിലൊക്കെ ട്രംപിന്റെ പ്രതികരണവും കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് പിടിക്കാൻ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെയും സഹായം കൂടി ട്രംപ് അഭ്യർത്ഥിക്കുന്നു. ബ്രിട്ടനും ഫ്രാൻസും ചൈനയും, ചൈനയും കൂടെ ഇറങ്ങിക്കൊണ്ട് ഹോർമൂസ് പിടിച്ചെടുക്കണമെന്നൊക്കെ ട്രംപ് പറയുന്നു. അതേസമയം ഈ രാജ്യങ്ങളൊന്നും ട്രംപിന്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. ഫ്രാൻസിന്റെ ഒരു സൈനിക സന്നാഹം അല്ലെങ്കിൽ ഒരു കപ്പൽ ഹോർമൂസ് ലക്ഷ്യമിട്ട് ഹോർമൂസ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യത്തിനൊപ്പം ചേരാൻ വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഫ്രാൻസ് അത്തരം വാർത്തകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. അപ്പൊ ചൈനയും കൂടി ഹോർമൂസ് പിടിച്ചെടുക്കാൻ വരണമെന്ന് പറയുമ്പോൾ ഹോർമൂസ് അങ്ങനെ അടച്ചിട്ടിട്ടൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഇറാൻ വരുന്നത്. ഇറാന്റെ പ്രതികരണമായി കഴിഞ്ഞ മണിക്കൂറിൽ വന്നിരിക്കുന്നത്, അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളാണ് ഞങ്ങൾ ആക്രമിക്കുക, അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളാണ് അതുവഴി കടത്തിവിടാതിരിക്കാൻ തീരുമാനം ഉള്ളത്, ഞങ്ങളുടെ അനുമതിയോടെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാം. ഇന്ത്യയുടെ കപ്പൽ 2-3 കപ്പലുകളെങ്കിലും ഇന്ത്യയുടെ കപ്പൽ കടത്തിവിട്ടിട്ടുണ്ട്, അതുപോലെ തുർക്കിയുടെ കപ്പൽ പോയിട്ടുണ്ട്, ചൈനയുടെ കപ്പലുകൾ പോകുന്നുണ്ട്, സൗദി അറേബ്യയുടെ കപ്പൽ അതുവഴി ഹോർമൂസ് വഴി അവരുടെ ചരക്ക് ഈ നിലയ്ക്കുള്ള ഒരു ഇന്ധന കപ്പൽ അതുവഴി കടന്നുപോയിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് ഇറാൻ പറയുന്നിടത്ത്, ഇറാൻ മറ്റു രാജ്യങ്ങളെ, ഇപ്പൊ അമേരിക്കയും ഇസ്രയേലും ഒഴിച്ചുള്ള രാജ്യങ്ങളുമായൊരു സഹകരണവും സഹവർത്തിത്വവും അത് പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളോട് പക വീട്ടുന്നൊരു മനോഭാവമില്ല. അതുപോലെ തന്നെ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇപ്പോ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തുന്നത് അമേരിക്കൻ ബേസുകളെയും ഇസ്രയേലിന്റെ അസറ്റുകളെയും, അമേരിക്കൻ ഇസ്രയേൽ അസറ്റുകളെ ലക്ഷ്യമിട്ട് മാത്രമാണ്. അതിൽ ചില ചതിപ്രയോഗങ്ങൾ നടക്കുന്നു എന്നൊരു കാര്യവും കൂടി അവർ പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്ന മിനിറ്റുകളിൽ വരാം. ഇന്നലെ രാത്രിയിലെ 51ാമത്തെ വേവിൽ ഇസ്രയേലിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടുവെന്നാണ് IRGC പറയുന്നത്. സെൻട്രൽ ഇസ്രയേലിലേക്ക് അതേസമയം തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. ഇപ്പോൾ
ഇസ്രയേലിലേക്ക് ഇറാന്റെ ആക്രമണം കൂടാതെ അതിശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്നു. അത് റോക്കറ്റ് ആക്രമണങ്ങളാണ്, പക്ഷേ എങ്കിൽ പോലും അത് വലിയ ആശങ്കയും അസ്വസ്ഥതയും ഇസ്രയേലിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. എയിലാത്തിൽ 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. അത് ഇറാന്റെ ആക്രമണത്തിലാണ് എയിലാത്തിൽ 7 പേർക്ക് പരിക്കേറ്റത്. അതേസമയം സെൻട്രൽ ഇറാനിലെ ഇസ്ഫഹാനിൽ 15 പേർ കഴിഞ്ഞ മണിക്കൂറിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇസ്രയേലിലെ ഹോളോണിലേക്ക് ഇറാൻ തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ രാത്രിയിലും ഇസ്രയേലിലെമ്പാടും അതിശക്തമായ ആക്രമണങ്ങളും സ്ഫോടന ശബ്ദങ്ങളും ഒക്കെ കേട്ടു എന്നും അതുപോലെ സൈറണുകൾ നിരന്തരമായി മുഴങ്ങുന്നു എന്നും ഒക്കെയുള്ള വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഒടുവിൽ വരുന്ന മറ്റൊരു വാർത്ത ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിയിൽ സ്ഫോടനം എന്നുള്ളൊരു വാർത്തയാണ്. അത് സ്വാഭാവികമായിട്ടും അത് അമേരിക്കൻ കേന്ദ്രങ്ങളെയും അമേരിക്കയും ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇറാൻ ഓപ്പറേഷനിൽ മരിച്ച സൈനികരുടെ എണ്ണം 13 എന്ന് ഇപ്പോൾ അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം തകർന്നു വീണ ഈ ഇന്ധന വിമാനം KC-135 എയർക്രാഫ്റ്റ്, അതിൽ ആ തകർന്നു വീണ് മരിച്ച 6 പേരുടെയും വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ് ഈ IRGC കൃത്യമായിട്ടും നെതന്യാഹുവിന് പിറകെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു വേട്ട നടത്താൻ ഉള്ള എല്ലാ സംവിധാനവും ഒരുക്കി നെതന്യാഹുവിന് പിന്നാലെ തന്നെ തങ്ങളുണ്ട് എന്ന് IRGC പ്രഖ്യാപിക്കുന്ന ഒരു വാർത്ത. അത് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ക്രൂരനായ ഈ മനുഷ്യനെ ഞങ്ങൾ ഇല്ലാതെയാക്കും, ഈ കൊലയാളിയെ ഞങ്ങൾ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തും എന്ന് IRGC പറഞ്ഞതായിട്ട് IRGC അവരുടെ സെപ്പ ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു വിവരം പങ്കുവച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തന്നെ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹത്തിന് 6 വിരലുകളുണ്ടോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഇതിന്റെ കൂട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ നമ്മളോട് തന്നെ പല സുഹൃത്തുക്കളും നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മെസ്സേജുകളിലൂടെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നത് ഇപ്പം ആ വീഡിയോ AI ആണ് അവസാനം പുറത്തു വന്ന വീഡിയോ എന്നൊക്കെ പറയുമ്പോഴും നെതന്യാഹു ഏതെങ്കിലും തുരങ്കത്തിൽ ബങ്കറിൽ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അങ്ങനെ തന്നെ വിചാരിക്കാനേ നമുക്ക് മാർഗമുള്ളൂ, അല്ലെങ്കിൽ അത് വഴിയുള്ളൂ. കാരണം ഈ നമ്മളെ പൊതുവെ പറയാറുണ്ട്, ഈ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് പറയുന്നത് പോലെ നെതന്യാഹുവിനെ പോലെ ഇത്രയേറെ കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും ഒക്കെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അതിന് കാർമ്മികത്വം വഹിച്ചൊരു മനുഷ്യൻ അങ്ങനെ ഒറ്റയടിക്ക് ഇല്ലാതെയാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന പ്രേതവേട്ട, നമ്മുടെ ട്രംപിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആ കേസുകൾ, അഴിമതി, ഫ്രോഡ് പരിപാടി അടക്കമുള്ള കേസുകൾ, തട്ടിപ്പ്, വഞ്ചന, ഇതിന്റെ കേസുകളുടെ വിചാരണയൊക്കെ നേരിട്ട് കുറച്ചു കാലം ജയിലിലൊക്കെ കിടന്ന് അതിനൊക്കെ ശേഷമേ അദ്ദേഹം ആ നിലയ്ക്കായിരിക്കും. നമുക്കൊരു കാവ്യനീതി ഉണ്ടല്ലോ പ്രപഞ്ചത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന നിലയിലുള്ള വാർത്തകൾ, ഏതെങ്കിലും തരത്തിൽ നെതന്യാഹു സുരക്ഷിതനല്ല എന്നുള്ള വാർത്തകളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത സമയമാണ്. പക്ഷെ അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏതെങ്കിലും ബങ്കറിൽ കുറേയധികം അംഗരക്ഷകരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അതേസമയം ഈ യുദ്ധത്തിനിടയ്ക്ക് ഇറാൻ നടത്തുന്ന ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുഹൃത്ത് രാജ്യങ്ങളുടെ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേല് ആക്രമണം നടത്തുന്നു. ഇസ്രയേലും അമേരിക്കയും ആ നിലയ്ക്കുള്ള പരിപാടികൾ കാണിക്കുന്നു. ചതിയുടെ ഒരു കളിക്കുന്നു ഇറാനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഖത്തമൽ അൻബിയ ഹെഡ്ക്വാർട്ടേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. മേഖലയിലെ പല കേന്ദ്രങ്ങളെയും ആക്രമിച്ചിട്ട് അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഇറാനാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഈ സൈപ്രസിൽ നടന്ന ആക്രമണമാണ്. സൈപ്രസിലേക്ക് നടന്ന ആക്രമണത്തിൽ കണ്ടെടുത്ത ഡ്രോൺ അത് ഇറാന്റെ ഡ്രോൺ അല്ല എന്ന് UK തന്നെ, ബ്രിട്ടൻ തന്നെ സ്ഥിരീകരിച്ചൊരു സാഹചര്യമൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നു. തുർക്കിയിലേക്ക്, കുവൈറ്റിലേക്ക്, ഇറാഖിലേക്കൊക്കെ നടക്കുന്ന പല ആക്രമണങ്ങൾക്കും പിന്നിൽ തങ്ങളല്ല എന്ന് അദ്ദേഹം പറയുന്നു. അവർ പറയുന്നു മാർച്ച് 3 സൈപ്രസിലെ അക്രോത്തരി ബേസിൽ നടന്ന ഡ്രോൺ ആക്രമണം. അവിടെയാണ് അത് ഇറാന്റെ ഡ്രോൺ അല്ല എന്ന് ബ്രിട്ടൻ സ്ഥിരീകരിച്ചത്. ആ കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ അസർബൈജാനിലേക്ക് നടന്ന ആക്രമണം, റിയാദിലെ US എംബസി ആക്രമിച്ചത് തങ്ങളല്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുപോലെ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ ലനാസ് റിഫൈനറി ആക്രമണം. അപ്പൊ ഇത്തരം ആക്രമണങ്ങളിലൊന്നും തങ്ങൾക്ക് പങ്കില്ല. ഇതൊക്കെ ഇറാനെതിരെ മറ്റു രാജ്യങ്ങളുടെ വികാരമുണ്ടാക്കാൻ, മറ്റു രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയാൻ വേണ്ടി മനഃപൂർവ്വം അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നതാണ്. അവര് കോപ്പികൾ ഉണ്ടാക്കുന്നു. അതായത് ഇറാന്റെ ഡ്രോണുകൾ പോലെയും മിസൈലുകൾ പോലെയുമുള്ള കോപ്പികൾ ഉണ്ടാക്കിയിട്ട് ആ കോപ്പികൾ കൊണ്ട് പല മേഖലകളിലേക്കും ആക്രമണം നടത്തിയിട്ട് അതിൽ നിന്ന് ഈ രാജ്യങ്ങളെ
തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായ്ക്കളാണ് ഇസ്രയേലും അമേരിക്കയും എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഖത്തമൽ അൻബിയ ഹെഡ്ക്വാർട്ടേഴ്സ് നടത്തുന്നത്. അതുപോലെ IRGC ഔദ്യോഗികമായി അവർ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിടുന്നത് UAE അബുദാബിയിലെ അൽ ദഫ്ര അതുപോലെ ഫുജൈറയിലേക്ക് ഒക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ബഹ്റിനിലെ ജുഫൈർ താവളം ആക്രമിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം, ജോർദാനിലെ അൽ അസ്രാക്ക് ഇത്തരത്തിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകളിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തിയെന്നും ഈ മേഖലയിലെ പശ്ചിമേഷ്യയിലെ ഇത്തരം ക്യാമ്പുകൾ, താവളങ്ങൾ ആക്രമിച്ച് അവിടുത്തെ എല്ലാ അമേരിക്കൻ സൈനികരെയും പുകച്ച് പുറത്തു ചാടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും അവർ പറയുന്നു. അതുപോലെ IRGC പറയുന്നു ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങൾ തകർത്തു എന്ന് ഉള്ള ഒരു വാർത്തയും അവർ പുറത്തുവിടുന്നുണ്ട്. കൂടുതൽ റഡാർ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. അതേസമയം അവരുടെ മിസൈൽ ലോഞ്ചിങ് ദൃശ്യങ്ങൾ, മിസൈലുകൾ തൊടുക്കുന്ന ദൃശ്യങ്ങൾ, ഈ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് മിസൈലുകൾ തൊടുക്കുന്ന ദൃശ്യങ്ങളും IRGC കഴിഞ്ഞ മണിക്കൂറിൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. നാൽപ്പത്തിയൊൻപതാമത്തെ പ്രതികാര തിരമാലയുമായി ബന്ധപ്പെട്ട് IRGC പറയുന്ന കാര്യങ്ങൾ, മേഖലയിലെ അമേരിക്കൻ ബേസുകൾ, ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെയും 49ാമത്തെ വേവിൽ ആക്രമിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ പാട്രിയറ്റ് റഡാർ സിസ്റ്റം, കൺട്രോൾ ടവറുകൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, ഇന്ധന ഡിപ്പോകൾ എന്നിവ തങ്ങൾ ആക്രമിച്ചു എന്നവർ പറയുന്നു. അബുദാബിയിലെ അൽ ദഫ്ര ബേസിലേക്ക് കമിക്കേസ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും IRGC പറയുന്നു. ബഹ്റിനിലെ ഷെയ്ഖ് ഈസ ബേസ് ചാരമാക്കി കത്തിച്ചു എന്ന് പറയുന്നു. കുവൈറ്റിലെ അൽ ഉദൈരി ബേസ്, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, കനത്ത ആക്രമണം അവിടേക്ക് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇസ്രയേലിന്റെ ചാര യൂണിറ്റുകൾ, സൈബർ യൂണിറ്റുകൾ ഒക്കെ ആക്രമിച്ചു. ഇസ്രയേലിലേക്ക് കനത്ത ആക്രമണം നടത്തി. അമാൻ ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ ഓഫീസ്, സൈബർ ഓപ്പറേഷൻ യൂണിറ്റ് 8200, ഡേറ്റ പ്രോസസിംഗ് സെന്റർ, ഫൈറ്റർ ജെറ്റുകളുടെ, ഇസ്രയേലിലെ ഫൈറ്റർ ജെറ്റുകളുടെ താവളമൊക്കെ ആക്രമിച്ചു എന്ന് IRGC അവകാശപ്പെടുകയാണ്. ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാക്കിയത് ഇറാന്റെ ദ്വീപുകളായ ഖാർഗിലേക്കും അതുപോലെ അബു മൂസയിലേക്കും നടന്ന അമേരിക്കൻ ആക്രമണമാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ള അമേരിക്കയുമായി ബന്ധപ്പെട്ട എണ്ണപ്പാടങ്ങളെയൊക്കെ, എണ്ണ പര്യവേഷണ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കുമെന്നുള്ള നിലയിൽ ആണ് IRGCയുടെ മുന്നറിയിപ്പ് വരുന്നത്. അതുപോലെ അമേരിക്കൻ ഹൈഡൌട്ടുകൾ ഈ മേഖലയിൽ എവിടെയൊക്കെ ഉണ്ടോ, അമേരിക്കൻ സൈനികർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള അവരുടെ ഹൈഡൌട്ടുകൾ എവിടെയൊക്കെ ഉണ്ടോ, ആ ഹൈഡൌട്ടുകളൊക്കെ കണ്ടുപിടിച്ച് തകർക്കും എന്നും IRGC പറയുന്നു. ഇതുവരെ അവരുടെ 118 ശത്രു ഡ്രോണുകൾ IRGC തകർത്തു, അവരുടെ എയർഫോഴ്സ് തകർത്തു എന്നുള്ള വാർത്തയും അവർ പുറത്തുവിടുകയാണ്. അതുപോലെ കഴിഞ്ഞ മണിക്കൂറിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇറാനിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്രമിച്ചുവെന്ന്. ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടന്ന ആക്രമണത്തിൽ നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്ന് IRGC സ്ഥിരീകരിക്കുന്നുണ്ട്. 15 തൊഴിലാളികൾ വ്യവസായ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന്. അതിനു പകരമായിട്ട് അമേരിക്കയുമായി ബന്ധമുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ സൈറ്റുകളെയും തങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് IRGCയുടെ ഭാഗത്തു നിന്ന്
നടത്തുന്നത്. അത്തരത്തിലുള്ള സൈറ്റുകൾക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കണം, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. എല്ലാ അമേരിക്കൻ ഇൻഡസ്ട്രിയൽ സൈറ്റുകൾ അല്ലെങ്കിൽ ഫെസിലിറ്റികൾ അതിനെയെല്ലാം ആക്രമിക്കും എന്ന് അവർ പറയുന്നു. അതേസമയം റെഡ് ക്രസന്റ് ഇറാനിൽ നിന്ന് പുറത്തുവിടുന്ന കണക്കുകൾ, ഇറാനിലെ ആക്രമണത്തെക്കുറിച്ച്, അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് പുറത്തുവിടുന്ന കണക്കുകൾ അതിങ്ങനെയാണ്. ഇറാനിൽ 24,500 ജനവാസ മേഖലകളിൽ ഇതിനകം ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. 20,000-ഓളം വീടുകൾ ഇറാനിൽ തകർന്നു. 45,000 വാണിജ്യ സ്ഥാപനങ്ങൾ തകർന്നു. 69 സ്കൂളുകൾ, അതുപോലെ കുട്ടികളും ടീച്ചർമാരുമായി ഏതാണ്ട് 200-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നുമുള്ള വാർത്ത. അതേസമയമാണല്ലോ അവസാനം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ ഒന്നാണ് 2,500 മറീനുകളുമായി USS 2,500 മറീനുകൾ വരുന്നു. USS ട്രിപ്പോളി വരുന്നു. കരയുദ്ധം, ഏതു നിമിഷവും കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ 12 കപ്പലുകൾ, എബ്രഹാം ലിങ്കൺ അടക്കമുള്ള 12 കപ്പലുകൾ ഈ മേഖലയിലുണ്ട്. അതിന്റെ കൂടെയാണ് ഇനി കരയുദ്ധത്തിനായിട്ട് USS ട്രിപ്പോളിയും കൂടി വരുന്നത്. അപ്പോ കരയുദ്ധത്തിന് നേരത്തെ തന്നെ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ട്രംപിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള ആ ഒരു നീക്കത്തിലും ട്രംപിനെല്ലാ പിന്തുണയും അല്ലെങ്കിൽ ട്രംപിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിലെ വല്ലാത്ത രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേസമയത്ത് തന്നെ ഇപ്പൊ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷന് പേരിട്ടുകൊണ്ട് തന്നെ, ഓപ്പറേഷൻ ഈറ്റിംഗ് സ്ട്രോ എന്ന് പേരിട്ടുകൊണ്ട് ഹിസ്ബുള്ള അതിശക്തമായി ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഈ യുദ്ധരംഗത്തുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലെ ഷിയ മിലിഷ്യയുണ്ട്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ തങ്ങളുടെ വിരലുകൾ ട്രിഗറുകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികളും കഴിഞ്ഞ ദിവസം യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരും ഏതു നിമിഷവും ഈ ചേരിയിലേക്ക്, ഇറാന്റെ ചേരിയിലേക്ക് ചേരും എന്ന് അവര് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വളരെ വേഗം ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനം ഇവിടെ പുലരും, പശ്ചിമേഷ്യയിൽ പുലരും എന്ന നിലയിലുള്ള സൂചനകളൊന്നും നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഖാർഗടക്കമുള്ള ദ്വീപുകളിലേക്ക് കൂടി അമേരിക്ക ആക്രമണം നടത്തുന്നു. കരയുദ്ധം ഏത് നിമിഷവും ഉണ്ടാക്കാം. ഏത് നിമിഷം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇതൊക്കെ ഓടിയിങ്ങെത്താൻ ഒരാഴ്ചയൊക്കെ കഴിയുമെങ്കിൽ പോലും അനുദിനം ഇവിടുത്തെ യുദ്ധ സാഹചര്യം, ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായി തുടരുന്നു എന്ന നിലയിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ കാണുമ്പോൾ പശ്ചിമേഷ്യ അതിവേഗത്തിൽ സമാധാനത്തിലേക്ക് വരുന്നതിന്റെ ഒരു സൂചനകളും നമ്മൾ ഇവിടെ നിന്ന് കാണുന്നില്ല. ഓരോ മണിക്കൂറിലും ഇങ്ങനെ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് സാഹചര്യം എന്ന് കൃത്യമായിട്ടും പറയേണ്ടി വരുന്നു.